നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ HKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ NSS വോളണ്ടിയേഴ്സ് ടീം സന്ദർശനം നടത്തി. ഉമേനല്ലൂർ ഹനീഫ കുഞ്ഞ് മെമ്മോറിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ വയോജന ദിനവും വായനാ ദിനവും ആചരിച്ചു. HKM കോളേജ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് 2025 ജൂൺ 20 നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം സന്ദർശിക്കുകയും സ്ഥാപനത്തിലെ അച്ഛനമ്മമാരുമായി കുറച്ചു സമയം ചിലവഴിക്കുകയും ചെയ്തു. ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്നേഹാലയം PRO ഷിബു റാവുത്തർ സ്വാഗതം ആശംസിച്ചു. ഹനീഫ കുഞ്ഞ് മെമ്മോറിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നടരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നേടാൻ കഴിയും എന്നതിനപ്പുറം എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു തണലാവാൻ കഴിയും, ഒരു താങ്ങാവാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. വലിയ ഉദ്യോഗമോ വലിയ സാമ്പത്തിക ആ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ജീവിതത്തിൽ നമുക്ക് ശാന്തി സമാധാനം തരുന്നത്. സഹജീവികളെ നമ്മൾ സ്നേഹിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തിയുടെ ജീവിതം സാർത്ഥകമാകുന്നത്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ അത് ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്ത് അവരെല്ലാവരും ഒരു എതിർപ്പ് പോലും പറയാതെ എല്ലാ കുഞ്ഞുങ്ങളും അതിന് ധനപരമായിട്ടും അവരുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടും ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു പ്രോഗ്രാം വലിയ വിജയമായി ആക്കിയിരിക്കുകയാണ്. വായനാ ദിനത്തിൻ്റെ ഭാഗമായി 189 പുസ്തകങ്ങൾ വായിച്ച ഗാന്ധിഭവൻ അന്തേവാസി കൗസല്യമ്മയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പലും NSS പ്രോഗ്രാം ഓഫീസറുമായ മിനിമോൾ ജസ്റ്റിസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഗാന്ധിഭവൻ സ്നേഹാലയം അച്ഛനമ്മമാർക്കായി NSS യൂണിറ്റ് സമാഹരിച്ച തുക ചടങ്ങിൽ നൽകുകയും വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കൗമുദി ദിനപത്രം 1 വർഷത്തേക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. HKM കോളേജ് അധ്യാപിക ഡോക്ടർ നജാബി, NSS വോളണ്ടിയേഴ്സ് ഷെറീന, ജാസ്മിൻ, ശ്രീലക്ഷ്മി M എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ആതിരാജി നന്ദി പറഞ്ഞു. തുടർന്ന് NSS വോളണ്ടിയേഴ്സും ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളും സംയുക്തമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കൊട്ടിയം.